A+ മണ്ഡലമെന്ന് BJP വിശേഷിപ്പിച്ചിരുന്ന കൊടുങ്ങല്ലൂരിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് വൻ വോട്ട് ചോർച്ച. 2016-ൽ 32,793 വോട്ടുകൾ നേടിയിരുന്ന NDA ഇത്തവണ നേടിയത് 23,933 വോട്ടുകളാണ്. 10 വർഷം കൊണ്ട് 10,000 വോട്ട് മണ്ഡലത്തിൽ NDAക്ക് പടിപടിയായി കുറഞ്ഞു. BJPക്കാർക്ക് കൊടുങ്ങല്ലൂർ A+ മണ്ഡലമാണ്. 2016-ൽ സംഗീത വിശ്വനാഥ് കൊടുങ്ങല്ലൂരിൽ നേടിയത് 32,793 വോട്ടുകൾ. മൂന്നാം സ്ഥാനത്താണെങ്കിലും ഒന്നാഞ്ഞു പിടിച്ചാൽ രണ്ടാം സ്ഥാനത്തെത്താം. UDF, LDF വോട്ടുകൾ ചിതറിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടായാൽ കൊടുങ്ങല്ലൂരിൽ ജയിച്ചും കയറാം. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം A+ മണ്ഡലമായി NDA പരിഗണിക്കുന്നത്. 2016-ൽ മത്സരിച്ച സംഗീത വിശ്വനാഥ് BDJS സ്ഥാനാർത്ഥിയായതിനാൽ 2021-ൽ സീറ്റ് BJP പിടിച്ചുവാങ്ങി സന്തോഷ് ചെറാക്കുളത്തിനെ മത്സരിപ്പിച്ചു. ഏറെ പ്രതീക്ഷയോടെ സന്തോഷ് ചെറാക്കുളം മത്സരിച്ചെങ്കിലും സംഗീത വിശ്വനാഥിനു വേണ്ടി BDJS നടത്തിയ നീക്കങ്ങൾ പിന്തുടരാൻ BJPക്ക് ആയില്ല. വോട്ട് വിഹിതം കുറഞ്ഞു. 28,204 വോട്ടുകളിലേക്ക് BJP വോട്ട് താഴ്ന്നു. ഇത്തവണ B. ഗോപാലകൃഷ്ണൻ മത്സരിക്കാൻ തയ്യാറെടുത്ത് താഴെത്തട്ടിൽ പ്രവർത്തനവും ചുമരെഴുത്തും വരെ ചെയ്തെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സീറ്റ് 2020-ക്ക് കൈമാറി. മത്സരിക്കാനെത്തിയ വർഗീസ് ജോർജിനു വേണ്ടി BJP പ്രവർത്തകർ കാര്യമായി വോട്ട് സമാഹരണം നടത്തിയില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 28,204 എന്ന സംഖ്യയിൽ നിന്ന് 23,933 എന്ന നിലയിലേക്ക് വോട്ട് കൂപ്പുകുത്തി. വെള്ളാങ്കല്ലൂർ 2,896, പുത്തഞ്ചിറ 1,932, മാള 3,395, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി 5,150, മേത്തല 4,794, പൊയ്യ 1,431, അന്നമനട 2,312, കുഴൂർ 1,709, പോസ്റ്റൽ വോട്ട് 314 എന്നിങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ ആകെ 23,933 വോട്ട് NDAക്ക് നേടാനായത്. പാർട്ടിയുടെ വളർച്ച കൊടുങ്ങല്ലൂരിൽ താഴേക്കാണെന്ന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ വ്യക്തമാക്കുന്നു. 2016-ൽ 22%, 2021-ൽ 18%, 2026-ൽ 16% എന്നിങ്ങനെയാണ് കൊടുങ്ങല്ലൂരിലെ NDAയുടെ താഴോട്ടുള്ള വളർച്ച. മീഡിയ ടൈം, മാള.